കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് സമരാനുകൂലികൾ അടപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിൽ KSRTC ബസ്സുകളും തടഞ്ഞിട്ടുണ്ട്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, പണിമുടക്കിന്റെ ഭാഗമായി ബസ്സുകളൊക്കെ തടയുന്നതാണോ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത്? വലിയ രീതിയിൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം, അറിയാൻ പറഞ്ഞതല്ല. ഞങ്ങളെ മണ്ടന്മാർ വാർത്തയിലേക്ക് വരാം. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് ഹെഡ് പോസ്റ്റ് ഓഫീസർ സമരാനുകൂലികൾ അടപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിലാണ് KSRTC ബസ്സുകളും തടഞ്ഞിട്ടുള്ളത്. അവിടെ നേരത്തെയും വിവിധയിടങ്ങളിലായി ബസ്സുകൾ തടഞ്ഞതൊക്കെ ചെറിയ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, വലിയ രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ജോസി, കേൾക്കാമോ? ദിവ്യ, പലയിടത്തും ഇന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി, സമരത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തടയുന്ന സംഭവം കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തു. കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിന് സമീപത്ത് സമരാനുകൂലികളുടെ പ്രകടനത്തിനിടെ നിരവധി വാഹനങ്ങൾ തടഞ്ഞു, സ്വകാര്യ വാഹനങ്ങളടക്കം തടഞ്ഞു. അതുകൂടാതെ കാഞ്ഞിരപ്പള്ളിയിലും മുണ്ടക്കയത്തും KSRTC വാഹനങ്ങളും സമരാനുകൂലികൾ തടഞ്ഞു. ഈരാറ്റുപേട്ടയിലും വാഹനങ്ങൾ തടഞ്ഞു. ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഇടപെട്ടാണ് പിന്നീട് വാഹനങ്ങൾ കടത്തിവിട്ടത്. കാഞ്ഞിരപ്പള്ളിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് സമരാനുകൂലികളെത്തി അടപ്പിച്ചു. കോട്ടയം KSRTCയിൽ നിന്ന് 3 സർവീസുകൾ മാത്രമാണിന്ന് നടത്തിയത്. അത് 2 കമ്പം കുമളി റൂട്ടിലുള്ളതായിരുന്നു. അത് ആളുകളില്ലാത്തതിനെ തുടർന്ന് സർവീസ് പിന്നീട് തിരികെ വിളിച്ചു. തെങ്കാശിയിലേക്ക് പോയ സർവീസ് അടൂരിൽ സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് വാഹന സർവീസ് നിർത്തിവെക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴും നഗരത്തിൽ സമരാനുകൂലികളൊക്കെയും തമ്പടിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളും അരങ്ങേറുകയാണ്. CITUവിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനവും നടന്നിരുന്നു. അതോടൊപ്പം AITC അടക്കമുള്ള സംഘടനകളും പ്രതിഷേധ പ്രകടനങ്ങളുമായി സംയുക്തമായി ചേർന്ന് അവർ ഇപ്പോൾ തിരുനക്കരയിൽ യോഗം ചേരുകയാണ്. അല്പസമയത്തിനകം INTUCയുടെ മാർച്ചും കോട്ടയം നഗരത്തിൽ നടക്കും. ദിവ്യ, ജോസി ബാബു ആണ്.